ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണവും സൗഖ്യവും വിടുതലും രക്ഷയും മോചനവും നിനക്ക് നൽകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. നിനക്കെതിരെയുള്ള ശത്രുവിൻ്റെ യാതൊരു മന്ത്രവാദങ്ങളും ആഭിചാര പ്രവർത്തനങ്ങളും ദുഷ്ടപ്രവർത്തനങ്ങളും ഇനിമേൽ നിനക്ക് ബാധകമാവുകയില്ല. എന്തെന്നാൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ കുരിശു മരണത്തിലൂടെ, തൻ്റെ തിരുസഹനങ്ങളിലൂടെ, തൻ്റെ മരണത്തിലൂടെ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അവിടുന്ന് നിനക്കായി രക്തം ചിന്തി മരിച്ചത് നിനക്ക് ശത്രുവിൽ നിന്നും പൂർണ്ണമായി മോചനം ലഭിക്കുന്നതിനും നിനക്ക് നിത്യജീവനും നന്മയും വരുന്നതിനു വേണ്ടിയാണ്. അതിനാൽ ശത്രു നിനക്കെതിരെയോ നിന്റെ കുടുംബാംഗങ്ങൾക്കോ നിന്റെ സമ്പത്തിനോ സൽപ്പേരിനോ വസ്തുവകകൾക്കോ എതിരെ ഏതെങ്കിലും ദുഷ്ടശക്തികൾ, ദുഷ്ടന്മാർ, മന്ത്രവാദം, ആഭിചാര പ്രവർത്തനങ്ങൾ, കൂടോത്രങ്ങൾ ഇവ ചെയ്താൽ ഇത് ചെയ്യുന്നവർക്ക് തന്നെ തിരിച്ച് അടി കിട്ടും. അതിനാൽ കർത്താവ് നിന്നെ സംരക്ഷിക്കും. ആര് നിനക്കെതിരെ എന്തെങ്കിലും വിധികൾ പ്രസ്താവിച്ചാൽ അത് ഈ രാത്രിയിൽ തന്നെ കർത്താവ് അത് അവരിലേക്ക് തന്നെ തിരിച്ചുവിടും. എന്തെന്നാൽ നീ ദൈവത്തെ അനുസരിക്കുന്ന ദൈവമകനാണ്, ദൈവമകളാണ്. അതിനാൽ തന്നെ ശത്രുവിൻ്റെ ഒരായുധവും, നിനക്കെതിരെയുള്ള ഒരായുധവും ഫലപ്രദമാവുകയില്ല. അവിടെ ദൈവമായ കർത്താവിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ നിന്നിൽ അവിടുന്ന് വെളിപ്പെടുത്തും. വിശ്വാസത്തോടെ നിന്റെ നാളത്തെ ആവശ്യങ്ങളെ, ഈ രാത്രിയിലെ നിന്റെ വേദനകളെ, ദുഃഖമെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല. ശത്രു നിന്റെ മുന്നിൽ ലജ്ജിച്ച് തല താഴ്ത്താൻ കർത്താവ് ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന രാത്രിയാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. നീതിയിൽ നീ സുസ്ഥാപിതയാകും, മർദ്ദനഭീതി നിന്നെ തീണ്ടുകയില്ല, ഭീകരത നിന്നെ സമീപിക്കുകയില്ല. ആരെങ്കിലും അക്രമം ഇളക്കിവിട്ടാൽ അത് ഞാനായിരിക്കുകയില്ല. നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നിലം പതിക്കും. തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ്. നാശമുണ്ടാക്കാൻ കൊള്ളക്കാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രാർത്ഥനയിലേക്ക്, ഈ പുതിയ നന്മയുടെ നിമിഷങ്ങളിലേക്ക്, പ്രാർത്ഥനാ സമയത്തേക്ക് ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ മനസ്സും ഹൃദയവും ഉയർത്തി നിന്റെ സന്നിധിയിലേക്ക് വയ്ക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ശത്രു ഞങ്ങൾക്കെതിരെ മന്ത്രവാദങ്ങളും കൂടോത്രവും ദുരാരോപണങ്ങളും ആഭിചാര പ്രവർത്തനങ്ങളും ചെയ്തപ്പോൾ കർത്താവേ, നീ അവിടെ ഞങ്ങൾക്കു വേണ്ടി നിലകൊണ്ടു. അവരുടെ എല്ലാ മന്ത്രവാദവും ദുഷ്ടപ്രവർത്തനങ്ങളും അവരിലേക്ക് തന്നെ തിരിച്ചുവിട്ട് നീ നിന്റെ ദാസരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ സംരക്ഷണം നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ദാസർക്കെതിരെയുള്ള ദുഷ്ടന്റെ ഓരോ പ്രവർത്തനങ്ങളെയും എന്നേക്കുമായി നീ തകർത്തെറിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ മക്കളുടെ വിശ്വസ്തനായ പിതാവായ ദൈവമാണ് നീ. അതിനാൽ തന്നെ നിന്റെ ദാസരുടെ
പൈതൃകം നീ നിലനിർത്തണമേ. കർത്താവേ, ഞങ്ങൾക്കെതിരെയുള്ള ദുഷ്ടൻ്റെ എല്ലാ വിധി പ്രഖ്യാപനവും യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ഖണ്ഡിക്കുന്നു. ഞങ്ങൾക്കെതിരെയുള്ള ദുരാരോപണങ്ങൾ, ദുർമന്ത്രവാദങ്ങൾ, ആഭിചാര പ്രവർത്തനങ്ങൾ, കൂടോത്രം, ദുഷ്ടത എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ ഖണ്ഡിക്കുന്നു, അതിനെ നിർവീര്യമാക്കുന്നു. ദൈവമക്കൾക്ക് നേരെയുള്ള ദുഷ്ടൻ്റെ എല്ലാ കൂരമ്പുകളും ഈ രാത്രിയിൽ അവനിലേക്ക് തന്നെ തിരിച്ചുവിട്ട് ദൈവത്തിൻ്റെ മഹത്വം ദൈവമക്കളിൽ പ്രകാശിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്നെ ശുശ്രൂഷിക്കുന്ന ഞങ്ങൾ വിശ്വസ്തനായ ദൈവത്തെയാണ് ശുശ്രൂഷിക്കുന്നത്. അതിനാൽ തന്നെ നിന്റെ വിശ്വസ്തതയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. നിന്റെ വാഗ്ദാനങ്ങൾ ഓരോന്നും നിന്റെ മക്കളിൽ നിറവേറ്റണമേ. കർത്താവേ, നിന്റെ ദാസർക്കെതിരെയുള്ള ദുഷ്ടൻ്റെ എല്ലാ പിറുപിറുപ്പുകളും, രഹസ്യ ഉദ്ദേശങ്ങളും, ദുഷ്ടഗൂഢാലോചനകളും ഈ രാത്രിയിൽ നീ വെളിച്ചത്താക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദാസരുടെ, നിന്നെ ആരാധിക്കുന്ന നിന്റെ മക്കളുടെ സൽകീർത്തിയെ അപമാനിക്കുന്ന എല്ലാ ശത്രുവിനെയും ഈ രാത്രിയിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഖണ്ഡിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല ബന്ധനങ്ങളെയും പൈശാചിക പീഠകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വം ഞങ്ങളിൽ ഈ രാത്രിയിൽ വെളിപ്പെടുത്തണമേ. ദൈവദാസരുടെ മുൻപിൽ ശത്രു ഭയത്തോടെ നിൽക്കാൻ ഈ രാത്രിയിൽ നീ ഇടപെടണമേ. എല്ലാ അഭിചാര പ്രവർത്തനങ്ങളെയും മന്ത്രവാദങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഖണ്ഡിക്കുന്നു. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക്, അവരുടെ ഭവനത്തിന്, വസ്തുവകകൾക്ക്, അവരുടെ സൽപ്പേരിന്, അവരുടെ വരുമാന മാർഗത്തിന്, സമ്പത്തിന്, അവരുടെ ആരോഗ്യത്തിന്, ആയുസ്സിന് ഏതെങ്കിലും തരത്തിൽ ദുർമന്ത്രവാദങ്ങളോ ദുഷ്ടാരോപണങ്ങളോ ആഭിചാര പ്രവർത്തനങ്ങളോ കൂടോത്രമോ ഏതെങ്കിലും ശത്രു ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത് ബഹിഷ്കരിക്കുന്നു, അതിനെ ഖണ്ഡിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവമക്കൾ സംരക്ഷിതരാകട്ടെ, അനുഗ്രഹീതരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാത്തുകൊള്ളണമേ. കരുണയോടെ ഈ മക്കളെ നീ ആശീർവദിക്കണമേ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ. നാളത്തെ ഇവരുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് വലിയ അത്ഭുതവും അടയാളവും സൗഖ്യവും വിടുതലും രക്ഷയും ഈ മക്കൾക്ക് നീ ചെയ്തു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും നിനക്കെതിരെ ഫലപ്രദമാക്കാതിരിക്കട്ടെ. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിച്ച് കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും അവിടുത്തെ നീതി നടത്തലും ഈ രാത്രിയിൽ നിനക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും നിൻക്കുള്ള എല്ലാ സമ്പത്തിനും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ തിരുരക്തത്താൽ നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ വസ്തുവകകളെയും നിങ്ങൾക്കുള്ള സകലതും എപ്പോഴും വിശുദ്ധീകരിക്കപ്പെടട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവമക്കൾക്കെതിരെയുള്ള നിന്റെ മക്കൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ടന്റെ മന്ത്രവാദങ്ങളും ആഭിചാര പ്രവർത്തനങ്ങളും കൂടോത്രവും എന്നേക്കുമായി നിന്റെ കാൽപാദത്തിങ്കൽ തകർത്തെറിഞ്ഞ് നീ ഞങ്ങളെ സംരക്ഷിക്കണമേ. നിന്റെ നീല മേലങ്കിയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾക്കുള്ള സകലതിനെയും മാതാവേ നീ സംരക്ഷിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാവുന്ന മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിച്ചു കൊടുക്കണം. വലിയ ദൈവാനുഭവങ്ങളും ദൈവാനുഗ്രഹങ്ങളും അതിനാൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ഈ രാത്രിയിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയും ചെയ്യും. ആമേൻ.